നമസ്കാരം. എവിടെ നോക്കിയാലും സെക്രട്ടറി അസിസ്റ്റന്റ് എന്ന് മാത്രമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. PSCയുടെ ഏതൊരു യൂട്യൂബ് ചാനലിലേക്ക് പോയാലും ഏതൊരു ടെലിഗ്രാം ചാനലിലേക്ക് പോയാലും നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന ഒരു വാക്ക് സെക്രട്ടറി അസിസ്റ്റന്റ് എന്നാണ്. എന്താണ് സെക്രട്ടറി അസിസ്റ്റന്റ് ഇത്രമാത്രം നിങ്ങൾ കേൾക്കാൻ കാരണം? ഇതിന്റെ എക്സാമിന്റെ പ്രാധാന്യം, ഇതിന്റെ ശമ്പളത്തിന്റെ പ്രാധാന്യം, പ്രൊമോഷന്റെ പ്രാധാന്യം, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഏറ്റവും മികച്ച ഒരു ജോബ്, ഏറ്റവും സുരക്ഷിതമായ ഒരു ജോബ് നമ്മളിലേക്ക് ലഭിക്കുന്നു. അത് തന്നെയാണ് ഈ ഒരു എക്സാമിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പൊ AZB അക്കാദമിയിലേക്ക് സ്വാഗതം. ഞാൻ റീജ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്രട്ടറി അസിസ്റ്റന്റിന്റെ പ്രത്യേകതകൾ എന്താണ്, ഈ ജോബിന്റെ A to Z കാര്യങ്ങൾ എന്ന് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിന്റെ ഗ്ലാമറിന് കാരണമായ ഈ ശമ്പളം അങ്ങോട്ട് പഠിക്കാം. 39,300 to 83,000 രൂപയാണ് ഇതിന്റെ ശമ്പളം വരുന്നത്. DA HRA ഉൾപ്പെടെ ഇതിന്റെ ശമ്പളം വരുന്നത് 47,000 രൂപയാണ്. അപ്പൊ ജോബ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക്, ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ഒരു തുക, കയ്യിൽ കിട്ടുന്ന ഒരു തുക 47,000 രൂപയാണ്. അപ്പോ പിന്നീട് പ്രൊമോഷൻ അനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ കയ്യിൽ കിട്ടുന്ന തുക 47,000. ഇനി സെക്രട്ടറി അസിസ്റ്റന്റ് എന്നാണ് പേര്. കാരണം ഏറ്റവും കൂടുതൽ ഈ ഒരു തസ്തികയുടെ ജോലി സെക്രട്ടേറിയറ്റിലാണ്. അതുകൊണ്ടാണ് ഇതിന്റെ പേര് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് കരുതി മറ്റു ഡിപ്പാർട്ട്മെന്റിലും ഇതിന് ജോലിയുണ്ട്. 6 മേഖലകളിലാണ് ഇതിന്റെ ജോലി വരുന്നത്. ഏറ്റവും കൂടുതൽ ജോലി ലഭിക്കുന്നത് സെക്രട്ടേറിയറ്റിലാണ് എന്നതുകൊണ്ടാണ് ഇതിന്റെ പേര് തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നായത്. ഇനി നമ്മുടെ കേരള PSCയിൽ ഇതിന് ജോബുണ്ട്. അതുപോലെ നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ നിയമ ഓഫീസറാണ് അഡ്വക്കേറ്റ് ജനറൽ. അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇതിന് ജോബുണ്ട്. ഇനി ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോബുണ്ട്. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, നമ്മൾ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുന്നത് 6 ഡിപ്പാർട്ട്മെന്റുകളിലാണ്. അതിലെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളായിട്ടാണ് നമ്മൾ കാണുന്നത്. മറ്റൊരെണ്ണമാണ് സ്പെഷ്യൽ ജഡ്ജ് ഡിപ്പാർട്ട്മെന്റ്. ഇനി വിജിലൻസ് ട്രൈബ്യൂണൽ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ സെക്രട്ടറി അസിസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അത് കുറച്ചു പേർ അഡ്വാൻറ്റേജ് ആയിട്ടും കുറച്ചു പേർ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടുമാണ് കാണുന്നത്. അവരുടെ സ്ഥലത്ത് നിന്ന് മാറേണ്ടി വരും. ഇനി മറ്റു മേഖലകളിൽ ജോലി കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ വീടിനടുത്തൊക്കെ കുറേയൊക്കെ, ഇപ്പൊ KPSC ഒക്കെ ആണെങ്കിൽ, കേരള PSC ഒക്കെ നമ്മുടെ വീടിനടുത്ത ഓഫീസുകളിലൊക്കെ ജോബ് ചെയ്യാൻ ഒരു അവസരം തന്നെയാണ്. അപ്പൊ ഏറ്റവും മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 6 ഏറ്റവും പ്രധാനപ്പെട്ട ഭരണ നിർവഹണ മേഖലകളിലൊക്കെ തന്നെയാണ് ജോലി. ഇനി സെക്രട്ടേറിയറ്റിലാണെങ്കിൽ തന്നെ എന്താണ്, അധികാരം, പവർ ഒക്കെയുള്ള ഒരു മികച്ച സ്ഥലമാണ്. നമ്മുടെ കേരളത്തിന്റെ ഭരണം നടക്കുന്ന സ്ഥലമാണ് അല്ലെ. അവിടെ ജോലി കിട്ടുന്നത് വളരെ ഭാഗ്യം തന്നെയാണ്. ഇനി ഇത്രയും ശമ്പളമൊക്കെ തരുന്നു, ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉണ്ട്. എന്താണ് ഇവരുടെ ജോലി? ഇവരുടെ ജോലി എന്താണ് എന്ന് ചോദിച്ചാൽ, ഇവരുടെ ഫയല് ക്രിയേറ്റിംഗ്, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ, ഡേറ്റ മാനേജിങ്, ഓഫീസ് മാനേജിങ്, പോളിസി സപ്പോർട്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്, ഡ്രാഫ്റ്റിംഗ്, കോർഡിനേഷൻ, ഓപ്പറേറ്റിംഗ് ഓഫീസ് എക്യുപ്മെന്റ്സ്, ഓർഗനൈസിംഗ് ഇവന്റ്സ്, മാനേജ്മെന്റും ഫയൽ ട്രാൻസ്ഫറും ഫയൽ ക്രിയേറ്റിംഗും, പിന്നെ ഗവൺമെന്റിന്റെ ഭരണകാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള മർമ്മപ്രധാനമായ കാര്യങ്ങൾ ചെയ്യുന്ന നല്ല അധികാരമുള്ള, പവറുള്ള ഒരു ജോലിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇനി സെക്രട്ടറി അസിസ്റ്റന്റ് ആയി ജോലിയിൽ പ്രവേശിക്കുന്ന ഒരാളുടെ പ്രൊമോഷൻ എങ്ങനെയാണ്? സെക്രട്ടറി അസിസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ 10 വർഷത്തിനുള്ളിൽ തന്നെ സെക്ഷൻ ഓഫീസർ ആകുന്നു. ഗസറ്റഡ് പോസ്റ്റ് ആണിത്. അണ്ടർ സെക്രട്ടറി ആകുന്നു, ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, അതുപോലെ സ്പെഷ്യൽ സെക്രട്ടറി വരെ ആകുന്നു. ഏറ്റവും മികച്ച പോസ്റ്റുകളിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്? ഈ ഒരു നോട്ടിഫിക്കേഷൻ 2024 ഡിസംബർ ലാസ്റ്റ് ആണ് പ്രതീക്ഷിക്കുന്നത്. ഏത് നിമിഷവും ഇത് വരും. ഇനി ഇതിന്റെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഏത് വിദ്യാർത്ഥികൾക്ക്, ഏത് കോഴ്സ് കഴിഞ്ഞവർക്ക് ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാം എന്ന് ചോദിച്ചാൽ, എനി ഡിഗ്രി, ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി പാസ്സായിട്ടുള്ള ഏതൊരു കുട്ടിക്കും ഈ ഒരു ജോലിക്ക് അപേക്ഷിക്കാം. BTechോ BDSോ ആയുർവേദ ഡോക്ടർ ഏതാകട്ടെ, ഡിഗ്രി ആയാൽ മതി. സാധാ ഡിഗ്രി, ആർട്സ് കോളേജ്, ഹിസ്റ്ററി, ജോഗ്രഫി ഏതായാലും കുഴപ്പമില്ല. ഒരു ഡിഗ്രി കയ്യിലുണ്ടെങ്കിൽ ഈ ജോബിന് അപ്ലൈ ചെയ്യാം. ഇനി വയസ്സും കൂടെ അറിയണ്ടേ? ജനറൽ കാറ്റഗറി ആണെങ്കിൽ 18 മുതൽ 36 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക് ഈ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. 18 മുതൽ 39 വരെ മാത്രമാണ് OBCക്ക് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്.
18 മുതൽ 41 വയസ്സ് വരെയാണ് SC/ST കാറ്റഗറിക്ക് ഈ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്? ശമ്പളം, ഏതൊക്കെ വിഭാഗങ്ങളിൽ, ഏത് ഡിപ്പാർട്ട്മെന്റുകളിൽ അവർ ജോലി ചെയ്യുന്നു എന്നും, എന്താണ് അവരുടെ ജോലി എന്നും, എന്താണ് ക്വാളിഫിക്കേഷൻ, അത് എഡ്യൂക്കേഷനും ഏജ് വെച്ചിട്ടുള്ള ക്വാളിഫിക്കേഷനും പ്രൊമോഷൻ സാധ്യതയും നമ്മൾ കണ്ടു. ഇനി കുറച്ചും കൂടി പറയാനുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് വളരെ മികച്ച രീതിയിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി പഠിക്കാം. ജോയിൻ ചെയ്യാം AZB അക്കാദമി. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു ഡെയിലി ലൈവ് ക്ലാസ്, ACRT ചാപ്റ്റർ വൈസ് ക്ലാസുകൾ, മോക്ക് ടെസ്റ്റ്, ലൈവ് റെക്കോർഡഡ് ക്ലാസുകൾ, സ്പെഷ്യൽ സ്റ്റഡി പ്രോഗ്രാം. പരീക്ഷയിൽ ഏറ്റവും മികച്ച റാങ്ക് നേടി ജോലി വാങ്ങാനുള്ള ഒരു മികച്ച അവസരമാണിത്. 5000 രൂപയാണ് ഈ ഒരു കോഴ്സിന്റെ ഫീസ് വരുന്നത്. നിങ്ങൾക്ക് ഇതിനൊരു കാലാവധി, എക്സാം വരെയാണ് ഇതിന്റെ ഒരു കാലാവധി വരുന്നത്. അപ്പോൾ ഈ ഒരു ഫീസ് 5000 എന്നുള്ളത് ഇപ്പോൾ ഒരു റിഡക്ഷൻ ഉണ്ട്. 50% ഫീസേ ഉള്ളൂ. 50% ഓഫറാണ്. 2499 രൂപ മാത്രം. ആദ്യം പേ ചെയ്യുന്ന 200 പേർക്ക് മാത്രമായിരിക്കും ഈ ഒരു ഓഫർ ലഭിക്കുക. അപ്പൊ ഈ കാണുന്നത് ഗൂഗിൾ പേ നമ്പറാണ്. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം, മെസ്സേജ് അയക്കാം, വിളിക്കാം. എന്ത് കാര്യങ്ങൾ, എന്ത് ക്വയറീസും നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേയ്മെന്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാം, മികച്ച രീതിയിൽ പഠിക്കാം. ഇനി നമ്മൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു. എത്ര ഘട്ടമാണ് ഈ എക്സാം? 3 ഘട്ടമാണ്. ഫസ്റ്റ് ഘട്ടം പ്രിലിംസ് ആണ്. അപ്പോൾ പ്രിലിംസ് നടക്കാൻ സാധ്യത 2025-ലാണ്. അതൊരു 100 മാർക്കിന്റെ ചോദ്യമായിരിക്കും. ഇതിന്റെ ടോപ്പിക് ഇംഗ്ലീഷ്, മലയാളം ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രിലിംസ് ടോപ്പിക്കാണ്. മാത്സ്, പിന്നെ നമ്മളുടെ ഒരു സാധാ LDC മെയിൻസ് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഒരു സിലബസ് നിങ്ങൾക്കറിയാം. അതൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ വരും, ഒന്നും കൂടി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സിലബസ് വരും. ചെറിയ വേരിയേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. ഒരു 90% നമ്മുടെ പഴയ സിലബസ് ആയിരിക്കും. ഇനി ഡിഗ്രി ലെവൽ മെയിൻസിന്റെ സിലബസ് നിങ്ങൾക്കറിയാം. മൂന്നാമത്തത് ഇന്റർവ്യൂ. ഇങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം നടക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഘട്ടം പ്രിലിംസ് ആണ്, സെക്കൻഡ് ഘട്ടം മെയിൻസ് ആണ്, തേർഡ് ഘട്ടം ഇന്റർവ്യൂ ആണ്. 3 കടമ്പകൾ കഴിഞ്ഞാൽ മാത്രമേ ഈ മികച്ച ജോലി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇപ്പോഴാണ് ഇന്റർവ്യൂ ഉൾപ്പെടുത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പ്രിലിംസും മെയിൻസും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ പ്രിലിംസ് ഒരു 100 മാർക്ക് ചോദ്യം മാത്രമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഈ പ്രാവശ്യവും അങ്ങനെ തന്നെ. കഴിഞ്ഞ വർഷം 2021-ലാണ് പ്രിലിംസ് എക്സാം നടന്നത്. ഈ പ്രിലിംസ് എക്സാം നടന്നപ്പോൾ അതിന്റെ കട്ട് ഓഫ് 45.56 ആയിരുന്നു. കഴിഞ്ഞ വർഷം മെയിൻസ് എക്സാം നടന്നത് 2022-ലാണ്. അതിന്റെ കട്ട് ഓഫ് 43.67 ആണ്. അപ്പൊ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും കട്ട് ഓഫ് നിങ്ങൾ കണ്ടു. ഈ പ്രാവശ്യം മെയിൻസ് 2 ഘട്ടങ്ങളിലായിട്ടാണ്. അതായത് LSGSന് നിങ്ങൾ കണ്ടതാണ് ഫസ്റ്റ് രാവിലെ ഒരു 100 മാർക്കിന്റെ എക്സാം. അതൊരു കോമൺ മെയിൻസ് എക്സാമിന്റെ സിലബസ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളത്. രണ്ടാം ഘട്ടത്തിൽ സെക്രട്ടറി അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് ഒരു 100 മാർക്കിന്റെ ഒരു ടോപ്പിക് അവർ തരും. നമ്മുടെ സ്പെഷ്യൽ നിയമങ്ങളൊക്കെ വെച്ചിട്ട് വിവരാവകാശ മനുഷ്യ അങ്ങനെയൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു സിലബസ് അവർ തരും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു 100 മാർക്ക്, അങ്ങനെ 2 100 മാർക്കിന്റെ എക്സാം ഉള്ളതാണ് മെയിൻസ്. ഇത് രണ്ടും പാസ്സാവുന്ന ഒരു കുട്ടിയുടെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഇന്റർവ്യൂയിലേക്ക് പോകും. ഇതാണ് നമ്മളുടെ 3 ഘട്ടങ്ങൾ. വളരെ ടഫാണ്. ഒരുപാട് കുട്ടികൾ വളരെ കൃത്യമായി ലക്ഷ്യബോധത്തോടു കൂടി പഠിക്കുകയാണ്. അപ്പൊ നേടിയെടുക്കുക നല്ല പ്രയാസം തന്നെയാണ്. നല്ല രീതിയിലുള്ള ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജോലി, ഈ സ്വപ്ന ജോലി നമുക്ക് സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ മികച്ചൊരു അവസരം കൂടിയാണിത്. അപ്പൊ കട്ട് ഓഫ് ഒക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ടഫാണ്. കാണുമ്പോൾ കണ്ണീച്ച പറക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ടഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതിന് വ്യക്തമായ ഒരു പരിശീലനം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രിലിംസ് എക്സാം, മെയിൻസ് എക്സാം, ഇന്റർവ്യൂ 3 ഘട്ടങ്ങൾ നിങ്ങൾ കണ്ടു. പ്രിലിംസ് 2025-ലും മെയിൻസ് ഒന്നെങ്കിൽ 2026-ലായിരിക്കും, അല്ലെങ്കിൽ 25 ലാസ്റ്റ് ആയിരിക്കും. പിന്നെ അതിനുശേഷം റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷമാണ് ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത്. മെയിൻസ് എന്തായാലും 2026 ആകാനാണ് സാധ്യത. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ സെക്രട്ടേറിയറ്റിന്റെ വിവിധ വിഭാഗങ്ങൾ, ശമ്പളം, ജോലി എന്താണ്, ഏതാണ് ക്വാളിഫിക്കേഷൻ, എന്താണ് ഇവരുടെ ഗസറ്റഡ് പോസ്റ്റ് ആകുന്നത് എപ്പോൾ, എന്താണ് ഇവരുടെ പ്രൊമോഷൻ കാര്യങ്ങൾ എന്ന് കണ്ടു. കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫും
പ്രിലിംസിന്റെയും മെയിൻസിന്റെയും കണ്ടു. ഇനി കഴിഞ്ഞ വർഷം ഒരു 400 സംതിങ് കുട്ടികളെയാണ് ഇതുവരെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒക്ടോബർ വരെ ഉള്ളതിനാൽ ഇനിയും നിയമനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷം എത്ര വരെ എടുത്തു എന്ന് ചോദിച്ചാൽ ഒരു 400 സംതിങ് കുട്ടികളെയാണ് ഇതുവരെ എടുത്തേക്കുന്നത്. 400 സംതിങ് കുട്ടികളെയാണ് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഇതുവരെ നിയമനം വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്ന നിയമനം ഒരു 800ഓളം കുട്ടികളെ എടുക്കുമായിരിക്കും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തെ റിസൾട്ടിൽ നിന്ന് ഒരു 800ഓളം കുട്ടികളെ എടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലൊക്കെ ഒരു നിയമനം മാത്രം ഈ വർഷവും നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. അപ്പൊ ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതുന്നതിൽ ഒരു 800 അല്ലെങ്കിൽ ഒരു 450 ഒക്കെ ആകാൻ നമ്മൾ പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം ഡിഫിക്കൽട്ട് ആണ് ഈ എക്സാം. 3 കടമ്പകൾ കൂടിയുണ്ട്. അപ്പൊ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമാണ് ഈ ഒരു ജോബ് കിട്ടുക. അപ്പൊ നമ്മൾ സ്വന്തമായിട്ടിരുന്ന് പഠിച്ചാൽ എത്രത്തോളം അത് മികയ്ക്കും എന്നറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു സ്പൂൺ ഫീഡിംഗ് പോലെ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ കിട്ടാൻ നിങ്ങൾക്ക് AZB അക്കാദമിയുടെ ഹെൽപ്പ് സ്വായത്തമാക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വെറും 2500 രൂപ മാത്രം പേയ്മെന്റ് ചെയ്യുക. സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയിൽ ഏറ്റവും മികച്ച റാങ്ക് നേടി ജോലി വാങ്ങാൻ പറ്റുന്ന ഒരു മികച്ച അവസരം. ഈ കാണുന്ന നമ്പറിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് മോട്ടിവേഷൻ ലഭിക്കും. നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ് ലഭിക്കും. സ്കൂൾ ബുക്ക്, NCERT, SCERT ബുക്കിന്റെ ക്ലാസ് ഉണ്ട്. മോക്ക് ടെസ്റ്റ് ഉണ്ട്. 100 മാർക്കിന്റെ എക്സാംസ് ഉണ്ട്. ലൈവ് റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. സ്പെഷ്യൽ സ്റ്റഡി പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ധൈര്യമായി നമ്മളുടെ ബാച്ച് കോഴ്സുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ യൂട്യൂബ് ക്ലാസ് കണ്ടിട്ട് ജോയിൻ ചെയ്താൽ മതി. നമ്മുടെ ക്ലാസ്സിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കി നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. കാര്യം ക്ലാസ്സിൽ നമ്മൾ അത്രത്തോളം കോൺഫിഡന്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ക്ലാസ് കണ്ടിട്ട് ജോയിൻ ചെയ്യും. അപ്പോൾ പേയ്മെന്റ് വളരെ കുറവാണെങ്കിലും ക്വാളിറ്റിയിലും ടീച്ചിങ്ങിലും ഒന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വരാൻ പോകുന്ന വർഷം ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയി നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് AZBയോടൊപ്പം ഞാനും ആശംസിക്കുന്നു. താങ്ക് യു. ബൈ.